ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പാണ് മലയാളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകരുടെ സംഘടന എറണാകുളം അവസാനമാക്കി ആരംഭിക്കുന്നത്. അന്ന് ദൂരദർശൻ മാത്രം സംപ്രേഷണമുള്ള ഒരു കാലഘട്ടം. ദിവസേന വെറും 3 മണിക്കൂർ മാത്രം മലയാള സംപ്രേഷണം. അന്ന് ഈ ദൂരദർശൻ പരിപാടികൾ അവതരിപ്പിക്കുന്നതിലെ മികച്ച അവതാരകരെയും അഭിനേതാക്കളെയും കണ്ടെത്തി അവർക്ക് അംഗീകാരം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ആദ്യത്തെ അവാർഡ് നിശ കർണാടക സംഘടിപ്പിച്ചത് 1998. അന്ന് ഏതാണ്ട് 20ഓളം അവാർഡുകളാണ് എറണാകുളത്ത് നടന്ന ചടങ്ങിൽ വിതരണം ചെയ്യപ്പെട്ടത്. തുടർന്ന് അടുത്ത വർഷം മുതൽ മലയാളത്തിൽ ചാനലുകൾ കൂടി തുടങ്ങി. ഇന്നിപ്പോൾ 16ഓളം സാറ്റലൈറ്റ് ചാനലുകൾ 24 മണിക്കൂറും സംപ്രേഷണമുള്ള കാലഘട്ടത്തിൽ ഇന്ന് മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ദൃശ്യ അവാർഡുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ 13 വർഷം ദൃശ്യ ടെലിവിഷൻ അവാർഡുകൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ചാനലുകളെ പ്രതിഭകളെ കണ്ടെത്തി അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചാനലുകളുടെ എണ്ണം കൂടിയപ്പോൾ, വിവിധ മേഖലകളിലെ കലാകാരന്മാരുടെ എണ്ണം കൂടിയപ്പോൾ ദൃശ്യ അവാർഡുകളുടെ കേന്ദ്രീകൃതമായ ഭാവത്തിലൂടെ മാത്രം എല്ലാ കലാകാരന്മാരെയും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നൊരു ബോധ്യമായതോടെയാണ് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അവാർഡുകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായതും മലബാർ മേഖലയിൽ വളരെ ശക്തമായ നേതൃത്വത്തിൽ മലബാർ മേഖലയുടെ പ്രസിഡന്റ് ശ്രീ റഹീം പൂവാട്ടുപറമ്പിൻ്റെ നേതൃത്വത്തിൽ 4 വർഷം മുമ്പ് കോഴിക്കോട് മേഖലയിൽ ആദ്യമായിട്ട് മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ കോഴിക്കോട് മേഖല അവാർഡ് നിശ നടന്നു. അതോടൊപ്പം തന്നെ പിന്നീട് അടുത്ത വർഷം മലപ്പുറത്തും കഴിഞ്ഞ വർഷം മുതൽ കണ്ണൂരും മേഖല അടിസ്ഥാനത്തിൽ മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ വിവിധ മേഖലകളിലെ പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുവാൻ ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 4ാമത് വർഷം കോഴിക്കോട് ഈ മേഖലയിലെ പ്രതിഭകളെ കണ്ടെത്തുകയും ടെലിവിഷൻ രംഗത്തെ മാത്രമല്ല ചലച്ചിത്ര രംഗത്തെയും മറ്റ് ഹോം സിനിമ പോലെയുള്ള മാധ്യമങ്ങളിലെയും പ്രതിഭകളെ കണ്ടെത്തി അവരെ ആദരിക്കുവാൻ മുൻപോട്ട് വരികയും ഈ ചടങ്ങ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവാർഡുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ അംഗീകാരമാണ്. അത്തരം അംഗീകാരം ലഭിക്കുന്നവർ തീർച്ചയായിട്ടും അതിന് അർഹരായിരിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. അർഹരായ എല്ലാവരെയും നമുക്ക് ആദരിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എങ്കിലും അംഗീകരിക്കപ്പെടുന്നവർ അതിനെ അർഹരായിരിക്കണം എന്നൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ അംഗീകരിക്കപ്പെടുന്ന കലാകാരന്മാരൊക്കെ അതാത് മേഖലകളിൽ മികവ് തെളിയിച്ചവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അവാർഡ് ജേതാക്കളെയൊക്കെ മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുകയും ഒപ്പം തന്നെ ഈ മലബാർ മേഖലയിൽ ഇത്ര സജീവമായിട്ട് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് മലബാർ മേഖലയുടെ പ്രസിഡന്റ് ശ്രീ റഹീം പൂവാട്ടുപറമ്പാണ്. തീർച്ചയായിട്ടും ശ്രീ റഹീം പൂവാട്ടുപറമ്പിൻ്റെ ശക്തമായ ഒരു നേതൃത്വ പാഠവത്തിലാണ് ഈ മേഖലയിലെ മലയാളം ടെലിവിഷൻ വ്യൂവേഴ്സ് അസോസിയേഷൻ ഈ വർഷങ്ങളിലൊക്കെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റഹീമിൻ്റെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുന്നതിന് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സഹായകമായിട്ടുള്ളത് ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ ശ്രീ പി വിഘ്നനാഥനാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സഹകരണം എല്ലായ്പ്പോഴും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ജൂറി ചെയർമാൻ ശ്രീ കെ വി അബൂട്ടി, അതോടൊപ്പം തന്നെ ഈ മേഖലയുടെ ട്രഷറർ ശ്രീ കെ എസ് നായർ, ഒപ്പം വൈസ് പ്രസിഡന്റ് ശ്രീ മുരളി ബേപ്പൂർ, സെക്രട്ടറി ശ്രീ ഫ്രാൻസിസ് അലക്സ് തുടങ്ങിയവരുടെ സഹകരണത്തിനും പ്രത്യേകം നന്ദി പറയട്ടെ. ഈ ചടങ്ങിന് ഏറെ സഹായകമായത് ഓറിയോൺ ബാറ്ററി MD ശ്രീ MBA ബാബു, CM എള്ളെണ്ണ കമ്പനിയുടെ MD ശ്രീ അഹമ്മദ് കിഴിശ്ശേരി, ഫോക്കസ് മാളിൻ്റെ CEO ശ്രീ അബ്ദുൽ സലാം, MVK എൻ്റർപ്രൈസസ് MD ശ്രീ MV കുഞ്ഞാമോ എന്നിവരുടെ സഹകരണത്തോടും NDVയ്ക്കുള്ള നന്ദി അറിയിക്കട്ടെ. ബഹുമാന്യായ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഇതിനു മുമ്പും നമ്മുടെ പരിപാടികളോട് വളരെ സൗമനസ്യം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിന് പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുകയും ചെയ്യട്ടെ.
അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യട്ടെ. തീർച്ചയായിട്ടും ചലച്ചിത്രരത്നം അവാർഡ് ഇത്തവണ ദാമോദരൻ മാഷിനാണ്. കോഴിക്കോടെ സംബന്ധിച്ചോളം, കോഴിക്കോട്ടെ സിനിമാക്കാരെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ മാറ്റി നിർത്താനാവില്ല. ദാമോദരൻ മാഷിന് ഈ വർഷത്തെ ചലച്ചിത്രരത്നം അവാർഡ് നൽകുന്നതിന് MBAക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാനപ്പെട്ട സംവിധായകരായ രഞ്ജിത്ത് പത്മകുമാർ, നിസാർ, ശ്രീ GS വിജയനെ കാണുന്നു തുടങ്ങിയ, അതോടൊപ്പം നടൻ ശ്രീ നാരായണൻ നായർ, നടി കുട്ടിയെടുത്ത് വിലാസിനി തുടങ്ങിയ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും MBAയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അവരോടൊക്കെ അറിയിക്കുകയും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.